ഹലോ എവറി വൺ, എല്ലാവർക്കും 5ാം ക്ലാസ്സുകാരുടെ മാത്സിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. ഫ്രാക്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഫ്രാക്ഷൻ ആൻഡ് ഡിവിഷൻ പേജ് നമ്പർ 99 നോക്കാനുണ്ട്. ഇഫ് 6 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി among 3 persons, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? അതായത് 6 ലിറ്റർ പാല് 3 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 3, 6നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 2 ലിറ്റർ എന്ന് കിട്ടും അല്ലെ, 2 ലിറ്റർ ഗേൾക്ക്. Then if 2 liter that is divided like this, then what each get is 2/3. അതായത് നമ്മുടെ കയ്യിലുള്ളത് ആകെ 2 ലിറ്റർ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ 2 ലിറ്റർ മിൽക്ക് 3 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 3, അതായത് 2/3 എന്ന് വരും. ഓക്കെ, സോ ഫ്രാക്ഷൻസ് ക്യാൻ ബി സീൻ ആസ് ഡിവിഷൻ ഓൾസോ. അതായത് ഫ്രാക്ഷൻസ് നമുക്ക് എങ്ങനെയും പറയാം, ഡിവിഷൻ ആയിട്ടും പറയാം. വേറെ എക്സാമ്പിൾ നോക്കാം. A 3 meter long ribbon is cut into 4 equal pieces. 3 മീറ്ററിന്റെ ലോങ് റിബണ് 4 ഈക്വൽ പീസ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 4, അതായത് 3/4 എന്ന് കിട്ടും. അത് നോക്കിയേ, വി ഡിവൈഡഡ് 3 into 4, 3 ഡിവൈഡഡ് ബൈ 4, 3/4 എന്ന് കിട്ടും. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. ഇഫ് 6 cakes ഈക്വലി ഡിവൈഡഡ് among 2 kids, 6 കേക്ക് 2 കുട്ടികൾക്ക് വീതിച്ചു കൊടുത്താൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടും? 6 ഡിവൈഡഡ് ബൈ 2, അതായത് 3 കേക്ക്സ് കിട്ടും അല്ലേ. 6 ഡിവൈഡഡ് ബൈ 2, അതായത് 3 കേക്ക്സ് കിട്ടും. ഇവിടെ എന്തില്ല, റിമൈൻഡർ ഉണ്ടോ? റിമൈൻഡർ ഈ ക്വസ്റ്റ്യനിലില്ല, കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 7 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡ് ഇൻറ്റു 2 kids, 7 liters ഓഫ് മിൽക്ക് 2 കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 7/2 എന്ന് കിട്ടും. 7/2, അതായത് 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 7/2. നമുക്കറിയാം 3 into 6, ദ റിമൈൻഡർ 1 ഉണ്ടാവും. സോ റിമൈൻഡർ ഉണ്ടാവും, 1 ഉണ്ടാവും. ഇവിടെ നോക്കാം, റിമൈൻഡർ 1. ഇഫ് വി ഗീവ് 3 liters ടു ഈച്ച്, 1 ലിറ്റർ ലെഫ്റ്റ് അല്ലേ, അതായത് 7 ലിറ്റർ പാല് 3 കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കറക്റ്റ് 3 ലിറ്റർ കിട്ടും. ഇവിടെ ബാക്കി എന്തുണ്ട്? 1 ലിറ്റർ ലെഫ്റ്റ് ആയി. ഇവിടെ കണ്ടോ, 1 ലിറ്റർ ബാലൻസ് അല്ല, 1 ലിറ്റർ ബാലൻസ് ഇതാ റിമൈൻഡർ 1 കിട്ടില്ലേ, റിമൈൻഡർ 1 കിട്ടും. ആ കിട്ടുന്ന റിമൈൻഡറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യണം. അതായത് കിട്ടുന്ന ഇൻ അവർ പ്രോബ്ലം ദി 1 ലിറ്റർ ലെഫ്റ്റ് ക്യാൻ ഓൾസോ ബി ഷെയർഡ് ബൈ ഗിവിംഗ് ഹാഫ് എ ലിറ്റർ ടു ഈച്ച്. അതായത് ബാക്കിയുള്ള ആ 1 ലിറ്ററിനെയും എത്ര കുട്ടികളുണ്ടോ അത്രയായി ഡിവൈഡ് ചെയ്യണം. സോ 3/1/2, മലയാളത്തിൽ 3.5 ലിറ്റർ കിട്ടും. 3.5 ലിറ്റർ 3/1/2, അതായത് 7 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 7/2 ആണ്, അതായത് 3.5 ലിറ്റർ ആണ് കേട്ടോ. ഇതാ ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 7 pens are divided between 2 persons. How many pens would each get? 7 പേനയാണ് 2 പേർക്ക് ഡിവൈഡ് ചെയ്തെങ്കിൽ എല്ലാവർക്കും 3 പേന കിട്ടും. ബാക്കി എന്തുണ്ടാവും? റിമൈൻഡർ 1 ഉണ്ടാവും. 1 റിമൈൻഡർ. ഒരു പേന ബാക്കി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പേന പൊട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനത്തെ കേസിൽ, പെന്നിന്റെ കേസിൽ 1 പെൻ വിൽ ബി ലെഫ്റ്റ് ഓവർ, ഒരു പെന്നോട് ബാക്കി ഉണ്ടായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കാം. 15 meter ഓഫ് ക്ലോത്ത് ഈസ് ഡിവൈഡഡ് ഈക്വലി among 4 persons. 15 മീറ്ററിന്റെ തുണി 4 പേർക്ക് ഡിവൈഡ് ചെയ്തു. ഹൗ മെനി meters ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് ഗെറ്റ്? അങ്ങനെ എല്ലാവർക്കും എത്ര കിട്ടും? 15 ഡിവൈഡഡ് ബൈ 4, 3 4s are 12, റിമൈൻഡർ 3. ഇതിനർത്ഥം എന്താണ്? എല്ലാവർക്കും 3 മീറ്റർ തികച്ചു കിട്ടും, കറക്റ്റ് കിട്ടും. ബാക്കി വന്ന ഈ 3 മീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? 4 പേർക്ക് വീതിച്ചു കൊടുക്കാം. കുഴപ്പമില്ലല്ലോ, 3 മീറ്റർ തുണിയല്ലേ, മുറിച്ചു കൊടുക്കാൻ പ്രശ്നമില്ല. എല്ലാവർക്കും 3.25 ലിറ്റർ എന്ത് കിട്ടും? തുണി കിട്ടും, ക്ലോത്ത് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 250 rupees ഈസ് ഈക്വലി ഷെയർഡ് among 8 persons. 250 രൂപയാണ് 8 പേര് വെച്ച് ഷെയർ ആക്കിയത്. ഷെയർ ആക്കാതെ അർത്ഥം എന്താ? ഡിവൈഡ് ആക്കിയത് അല്ലേ. ഹൗ മച്ച് മണി വുഡ് ഈച്ച് വൺ ഗെറ്റ്? റൈറ്റ് ദിസ് ഇൻ റുപ്പീസ് ആൻഡ് പൈസ. എത്രയാണ് ഒരാൾക്ക് കിട്ടുന്നുണ്ട് നോക്കാം. 250 ഡിവൈഡഡ് ബൈ 8, നമുക്കറിയാം 8 into 30, 8 into 30 വരുമ്പോൾ 240 എത്തുന്നുണ്ടല്ലേ. 240 10 10 8 ഉണ്ട്, 1 8 8 റിമൈൻഡർ 2.
ഇതിനർത്ഥം എല്ലാവർക്കും 31 രൂപ കറക്റ്റ് കിട്ടും. 31 രൂപ 31 റുപ്പീസ് കറക്റ്റ് എല്ലാവർക്കും കിട്ടും അല്ലേ? ബാക്കി എത്ര ഉണ്ട്? 2 രൂപ ഉണ്ട്. ആ 2 രൂപയെ എത്ര ഡിവൈഡ് ചെയ്യണം? എത്ര ആളുണ്ടായിരുന്നു അത്ര ഡിവൈഡ് 8 ഡിവൈഡ് ചെയ്യണം. 2/8. 2/8 is equal to 1/4. അതായത് 31 രൂപയും 1/4 പൈസയും 31 രൂപയും 1/4 പൈസ ആണ്. അവിടെ ശ്രദ്ധിക്കണം, നമുക്കറിയാം 100 പൈസയാണ് 100 പൈസയാണ് 1 രൂപ 1 റുപ്പി അല്ലേ? 50 പൈസയാണ് 1/2 റുപ്പി. അങ്ങനെയാണെങ്കിൽ 25 പൈസയാണ് 1/4 റുപ്പി, കാൽ. 75 പൈസയാണ് മുക്കാൽ, 3/4. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനില് 31 രൂപ കറക്റ്റ് കിട്ടുന്നുണ്ട്. ബാക്കി വന്ന ഈ 2 രൂപ നമുക്ക് എന്ത് ചെയ്യണം? 8 ഡിവൈഡ് ചെയ്യണം. 2 divided by 8. 2/8 നമുക്ക് ഇങ്ങനെ പറയാം 1/4 എന്ന് പറയാം. അതായത് 31 രൂപയും 1/4 പൈസ എന്ന് വരും. 1/4 പൈസ എന്ന് പറഞ്ഞാൽ 25 പൈസയാണ് കേട്ടോ, 25 പൈസ. സോ 1/4 പൈസ എന്ന് പറഞ്ഞാൽ 25 പൈസയാണ്. How many boxes are required to pack 100 eggs with 12 in each box? അതായത് കയ്യിൽ ആകെ 100 eggs ഉണ്ട്, 100 മുട്ടകളുണ്ട്. അത് 12 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കുറെ ബോക്സുകളിലാക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ബോക്സ് വേണ്ടി വരും എന്നാണ് ചോദ്യം. ഹൗ മെനി ബോക്സ് ആർ റിക്വയർഡ്? എത്ര ബോക്സ് വേണ്ടി വരും എന്നാണ് ചോദ്യം. സോ 100 divided by 12. 100 divided by 12. നമുക്കറിയാം 12 into 8 വരുന്നത് 96 ആണ്. സോ 8 12s are 96. 100 minus 96 4 വരും. ഇതിനർത്ഥം എന്താണ്? 100 മുട്ട 100 eggs 12 എണ്ണം വെച്ച് പാക്ക് ആക്കണമെങ്കിൽ 8 ബോക്സ് വേണം. എത്ര ബോക്സ് വേണം? 8 ബോക്സ് വേണം. ബാക്കി 4 മുട്ട ഉണ്ടെന്ന് വിചാരിച്ചിട്ട് 4 മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കാൻ പറ്റൂല. അപ്പൊ റിമൈൻഡർ എത്ര ഉണ്ടാവും? റിമൈൻഡർ 4. നോക്കേണ്ട ആവശ്യമില്ല. റിമൈൻഡർ 4 മുട്ട ബാക്കി ഉണ്ടാവും, കുഴപ്പമില്ല. കാരണം 4 മുട്ടയാണ്, പൊട്ടിച്ചൊഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ഇങ്ങനെ പാലോ ക്ലോത്തോ റിബണോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ കിട്ടിയ റിമൈൻഡറിനെയും ഡിവൈഡ് ചെയ്യാം. പക്ഷെ ഇവിടെ കിട്ടിയ റിമൈൻഡർ 4 മുട്ട ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 15 liters of milk is divided into 4 persons. സെയിം കേസ് തന്നെ. 15 divided by 4. മുകളിലത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇവിടെ കണ്ടോ 15 meters 4 പേർക്ക്. 15 divided by 4 3/4 ആണ്. ഇവിടെ ലിറ്റർ, ഇവിടെ മീറ്റർ ആട്ടോ. ഇവിടെ മീറ്റർ ആണ്, മുക്കാൽ. 3/4 ലിറ്റർ, 3/4 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. among how many persons എത്ര ആളുകൾക്കിടയിൽ 15 liters of milk 15 ലിറ്റർ മിൽക്ക് be shared ഷെയർ ചെയ്യാൻ പറ്റും if each is to get 4 ലിറ്റർ. ആകെയുള്ള 15 ലിറ്റർ പാലാണ്. അത് 4 ലിറ്റർ വെച്ച് എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ എത്ര ആൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? 15 divided by 4 3 അല്ലേ? ബാക്കി 3 ലിറ്റർ ഉണ്ടാവും, സാറില്ല. 3 പേർക്ക് 15 ലിറ്റർ പാൽ കൊടുക്കാൻ പറ്റും. നോക്കിക്കോളൂ. ആദ്യത്തെ ആൾക്ക് 4 കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് 4 കൊടുത്തു, മൂന്നാമത്തെ ആൾക്ക് 4 കൊടുത്തു. അപ്പോൾ 4 3s are 12 ലിറ്റർ ആയിപ്പോ. ഇനി അടുത്തൊരു 4 കൊടുത്താൽ അപ്പോൾ 16 വേണ്ടി വരും. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? 15 ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റ് 3 പേർക്ക് എന്ത് ചെയ്യാം? ആ 15 ലിറ്റർ പാല് 4 ലിറ്റർ ആക്കി കൊടുക്കാൻ പറ്റും. 4 4 4. ബാക്കി ഒരു 3 ലിറ്റർ ഉണ്ടായിരിക്കും, അത് കുഴപ്പമില്ല. 15 divided by 4 ചെയ്യുമ്പോൾ 3 കിട്ടും. 3 persons ആണ് കറക്റ്റ് ആൻസർ. അവിടെ ബാക്കി വന്ന പാലിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ 3 പേർക്കാണ് എന്ത് ചെയ്യുക? നമ്മുടെ പാൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആണെന്ന് അറിയാം, കാരണം ഈ വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ലെങ്ത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോ ആക്കി കാണാം, റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതുകൊണ്ട് പിന്നെ ക്ലാസ്സിൽ ഓൾറെഡി കേട്ട് വന്ന കുട്ടികളാണല്ലോ, റിവിഷൻ മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും വീണ്ടും ആവർത്തിച്ച് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ആവർത്തിച്ച് സ്ലോ ആക്കി പോസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടു പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ലാഗ് അടുപ്പിക്കാതെ. എല്ലാവർക്കും വലിയ ക്ലാസ് കാണുമ്പോൾ ഭയങ്കര മടുപ്പുണ്ടാവും. ജസ്റ്റ് 10 മിനിറ്റ് ക്ലാസ് നമുക്ക് എന്തെങ്കിലും കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.